കണ്ണൂരിലെ ഭൂരിപക്ഷം അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഞെട്ടും. അത്രമാത്രം നല്ല ഭൂരിപക്ഷം, റെക്കോർഡ് ഭൂരിപക്ഷം ഉണ്ടാവും. അത് 18,000 വോട്ടിന് മുകളിൽ 1,00,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം വരെ കണ്ണൂരിൽ പ്രതീക്ഷിക്കാം. ഏറ്റവും ചുരുങ്ങിയത് 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, അതിന് മുകളിലോട്ട് 1,00,000 വോട്ട് വരെ ഭൂരിപക്ഷം കണ്ണൂരിൽ കിട്ടും. കണ്ണൂരിൽ വോട്ടർമാരെ കാണാൻ പോയത് ഞാനാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, അവരുമായിട്ട് സംവദിച്ചിട്ടുണ്ട്, അവരുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകിയിട്ടുണ്ട്. ആ നിലയിൽ കണ്ണൂരിൻ്റെ ഒരു മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പോയതല്ല, മറിച്ച് കഴിഞ്ഞ 40-45 വർഷത്തിലധികമായി ഈ കണ്ണൂർ മണ്ഡലത്തിൻ്റെ ജനങ്ങളുമായിട്ട് ആത്മബന്ധമുള്ള ഒരാളെന്ന രൂപത്തിൽ അവരുമായിട്ട് സംവദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഫീൽ, ആ ഫീലിനനുസരിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരു 18,000-ന് മുകളിൽ വരും. അത് 1,00,000 കടന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രമാത്രം നല്ല അനുകൂലമായ റിസൾട്ട്, അത്ഭുതപ്പെടുത്തുന്ന ഭൂരിപക്ഷം കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിലുണ്ടാകും. അപ്പോൾ ഇവിടെ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അടിയും, അത് അല്ലെങ്കിൽ തോറ്റാലും അടിക്കുക, വിജയിച്ചാലും അടിക്കുക, അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന നിലയിൽ കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ജനങ്ങൾ നൽകുന്ന വലിയ ശിക്ഷയായിട്ടായിരിക്കും ഈ റിസൾട്ട് വരും. പരസ്യം കൊടുത്തിട്ട് അത് അതിനകത്ത് KPC വിശദീകരണം ചോദിച്ചല്ലോ. തെറ്റായ കീഴ്വഴക്കമാണ്, ശരിയല്ല എന്ന് പാർട്ടി പറഞ്ഞല്ലോ. ഇത് അല്ല, അത് അങ്ങനെ വന്നതിനെ, തെറ്റായതിനെ തെറ്റായ രൂപത്തിൽ കാണാനും അതിനെ എന്ത് നടപടിയെടുക്കാനും പാർട്ടി നേതൃത്വം ഉണ്ട്. അപ്പം അത് തെറ്റിപ്പം പലർക്കും പറ്റാം, എല്ലാ പാർട്ടിയിലും ഉണ്ടല്ലോ. ഇപ്പം കണ്ണൂർ പോലത്തെ ഒരു ജില്ലയിൽ CPM പോലൊരു പാർട്ടിക്കകത്ത് ജില്ലാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും ഉന്നതനായ സീനിയറായ ഒരാൾ എന്തുകൊണ്ട് റബലായി മത്സരിക്കുന്നു എന്നതൊരു ചർച്ചയല്ലേ നമ്മൾ കാണണ്ടേ? അപ്പം അത് പാർട്ടി, അതും ഇന്ത്യ രാജ്യത്ത് പാർട്ടി ഏറ്റവും കൂടുതൽ ശക്തമായ ജില്ല എന്ന് അവകാശപ്പെടുന്നത് കണ്ണൂരാണ്. അപ്പം കണ്ണൂർ ആ കോട്ട പൊട്ടിച്ച് അതിനകത്ത് നിന്ന് ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, അതും ഏറ്റവും സീനിയറായ ഒരാൾ പുറത്തേക്ക് വന്നിട്ട് റബലായിട്ട് മത്സരിക്കുന്നു. മറുവശത്ത് രക്തസാക്ഷി ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ് CPM ജില്ലാ കമ്മിറ്റി അംഗം മത്സരിക്കുന്നു. 11 സീറ്റിൽ ഘടകകക്ഷി മത്സരിക്കുന്ന ഒരു സീറ്റാണ്. അതൊഴിച്ച് ബാക്കി 10 സീറ്റിൽ മത്സരിക്കുമ്പോൾ 10-ൽ 2 സീറ്റിൽ റബലാണ്. അത് CPM പാർട്ടിക്കകത്ത് ആലോചിക്കാൻ പറ്റുമായിരുന്നു. അപ്പം നടക്കുന്നില്ലേ? നമ്മളതൊരു ചെറിയൊരു പുറത്താക്കലിലൂടെ തൽക്കാലം നിർത്തിയെന്ന് പറഞ്ഞാൽ അത് ഇനിയും കുറേയും കൂടി തെരഞ്ഞെടുപ്പിന് ശേഷം പുറത്തേക്ക് വരില്ലേ? അപ്പം നമ്മൾ ഇതെല്ലാം കാണണ്ടേ? ഇത് രാഷ്ട്രീയ രംഗത്ത് കുറച്ച് കാര്യങ്ങളാണ്. ആ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പരസ്യമായി പ്രതികരിക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസിനകത്ത് ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങളില്ല. നമ്മളത് മനസ്സിലാക്കിയാൽ മതി.